ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാം തന്നെ എൻ്റെ ചാനലിൽ ഉള്ളതൊക്കെ തന്നെ ഈസി റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള തിങ്സൊക്കെ വെച്ചാണ് മിക്കവാറും എല്ലാ റെസിപ്പീസും നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെസിപ്പീസാണ്. എപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റെസിപ്പീസുമാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്കൊട്ട് സമയമില്ലാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ചോറിനും കഞ്ഞിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമുക്ക് പുട്ടിന് വേണമെങ്കിലും ഇതൊരു സൈഡ് ഡിഷായി കഴിക്കാം, വേണമെങ്കിൽ ചപ്പാത്തിക്കും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഈ മണ്ഡലകാലത്ത് ഈ വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾക്കും നമ്മൾ മാംസാദികൾ കഴിക്കാതിരിക്കുന്ന അവസരത്തിൽ ഇതുപോലുള്ള പോഷകസമ്പുഷ്ടമായ കറികൾ വെച്ച് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒരു പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു തീയലായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയറ് കറിയാണ്. ഇത് നമുക്ക് കഞ്ഞിക്ക്, ചോറിന്, പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് ഞാൻ പയറ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഈ അളവ് കപ്പിൽ 1 കപ്പ് പയർ, ഇത് 240 ml അളവ് കപ്പാണ്. ഇതിൽ 1 കപ്പ് പയർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ കുക്കറിൽ വേവിക്കുന്നു. കുക്കർ വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ വെച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിൽ ആയപ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ പയർ കുക്കറിൽ നിന്നും ഒരു ചട്ടിയിലോട്ട് മാറ്റി. നമ്മളിതൊരു കറി പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ, ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഒരു 4-5 വെളുത്തുള്ളി. ഇതെല്ലാം ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റ് വേണ്ട. വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് അരച്ചെടുക്കാം. ഇത് നമുക്ക് കൂട്ടരച്ചത് ചേർത്ത്, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നമുക്കിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കൂട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തു. എന്നിട്ട് ഉപ്പ് കുറവായിരുന്നു, ഉപ്പും ചേർത്ത് കൊടുത്തു. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ വഴറ്റി ചേർക്കണം.
ഒരു പിടി ചെറിയ ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വലിയ സവാള അരിഞ്ഞ് എടുത്താലും മതി. ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തു, 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ വഴറ്റി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകില്ല. നമ്മൾ കടുക് പൊട്ടി വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ച പയറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ തിളപ്പിക്കണമെന്നില്ല, നന്നായിട്ട് തിളച്ചതാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. ഈ റെസിപ്പിയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. ഈ പയറിന് കുറച്ചൊരു ഗ്യാസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരികയില്ല. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗിക്കില്ല എന്നുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ബാക്കിയെല്ലാം ചേർത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പയർ കറി റെഡിയായി. ഇത് നമുക്ക് പുട്ടിന് സൈഡ് ഡിഷായി കഴിക്കാം, ചോറിന്, കഞ്ഞിക്ക് ഒക്കെ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ചും നമുക്ക് മാംസാദികൾ കഴിക്കാത്ത ഈ മാസത്തിൽ നമുക്ക് പോഷകസമ്പുഷ്ടമായ ഈ ഒരു പയർ കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ. ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.